ആനിമൽ എന്ന് പറഞ്ഞ മൂവി കണ്ടു. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ടല്ലോ. സോ സന്ദീപ് റെഡ്ഡി വാങ്കയുടെ രൺബീർ കപൂർ അഭിനയിച്ചിട്ടുള്ള രശ്മിക മന്ദന, അനിൽ കപൂർ, അങ്ങനെ പലരും, ശക്തി കപൂർ, പിന്നെ ആരൊക്കെയുണ്ട്, അപ്രാർ, നമ്മുടെ അയ്യോ പേരെന്താണ്, ബോബി ഡിയോൾ, ലോൺ ബോബി എന്ന് വിളിപ്പേരിപ്പോഴുള്ള പുള്ളിക്കാരൻ്റെയൊക്കെ സിനിമയായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു ഞാൻ. പോസിറ്റീവ്സ് എടുത്തു പറയുകയാണെങ്കിൽ രൺബീർ കപൂറിൻ്റെ ആക്ടിങ് അത് അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ സിനിമ ആ ക്യാരക്ടറിനോട് എനിക്ക് യോജിപ്പില്ലെങ്കിലും പക്ഷേ പുള്ളി അഭിനയിച്ചിരിക്കുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു അഭിനയിക്കാൻ. അത്രയും പ്രിപ്പറേഷൻ വേണം, ആ ഒരു ടോണിൽ തന്നെ നടക്കണം, അത് തന്നെ ചെയ്യാൻ. അത് തന്നെ കുറച്ച് ദിവസങ്ങളോട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെ ആൾ ടോക്സിക്കായി പോകും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അത് മെൻ്റൽ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അത് അങ്ങനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഓക്കെ. ഈവൻ ബോബി ഡിയോളുടെ ക്യാരക്ടർ ഞാൻ കുറച്ചും കൂടി എക്സ്പെക്റ്റ് ചെയ്തു കണ്ടതാണ്. കാരണം നല്ലൊരു റിവ്യൂ ആൻഡ് ഭയങ്കര ഹൈപ്പായിരുന്നു പുള്ളിയുടെ ക്യാരക്ടർ, നല്ല അടിപൊളിയായിട്ടുണ്ട്, ഒരു വലിയൊരു കംബാക്ക് ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ഒരു പാട്ടിലെയും ആ ഒരു റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ കുറേ പോസ്റ്റൊക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ള ആ പാട്ടിലും ഇതിലൊക്കെ എൻട്രി അടിപൊളിയാണെന്നൊക്കെ, പിന്നെ തകർത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓക്കെ കൊള്ളായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നോക്കി. പക്ഷെ അത്ര ഇല്ല. വയലൻസ് ഒക്കെ ഉണ്ട്, എന്നാലും ഒരു എന്തോ അത്ര ഇല്ലെന്നേ. പിന്നെ ഈ സിനിമ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരാൾ, അയാൾ പറയുന്നതും ചെയ്യുന്നതും എല്ലാം വിപരീതം. എന്ന് വെച്ചാൽ അയാൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ എൻ്റെ അനിയത്തിയൊന്നും ചെയ്യാൻ പാടില്ല, അനിയത്തിയോട് തൊടാൻ പാടില്ല, തൊട്ട് കഴിഞ്ഞാൽ കൊല്ലും. പക്ഷേ അനിയത്തിയുടെ അവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കും, ഞാനാണ് ആൽഫാമെയിൽ, അങ്ങനത്തെ ഒരു സംഭവമാണ് പുള്ളി എപ്പോഴും വിചാരിക്കുന്നത്. സോ ആ പറയുന്നതിൽ തന്നെ ഹിപ്പോക്രസി ഉണ്ട്. മീൻസ് നിങ്ങളൊന്നും ചെയ്യരുത്, പക്ഷെ ഞാൻ തീരുമാനിക്കും എന്നുള്ള തരത്തിൽ. സോ ആ ഹിപ്പോക്രസി അവിടെയാണ് എനിക്ക് കൺഫ്യൂഷൻ ഉള്ളത് സിനിമയിൽ. സന്ദീപ് റെഡ്ഡി വാങ്ങ എന്ന് പറയുന്ന ഡയറക്ടർ, പുള്ളി എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, കബീർ സിംഗും അർജുൻ റെഡ്ഡിയൊക്കെ ഞാൻ ചെയ്തപ്പോൾ കുറേ പേര് റിവ്യൂ പറഞ്ഞിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും ടോക്സിക് ആയിട്ടുള്ള സിനിമ എടുത്തു, ഇവരിങ്ങനെ ടോക്സിക് എന്നൊക്കെ പറഞ്ഞ് നടക്കുകയല്ലേ, ഇതിലും വലിയ സംഭവം ഞാൻ കൊടുക്കാം എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ക്യാരക്ടറിന് കുറച്ചും കൂടി ഡെപ്ത് ഉണ്ടാവും, ക്യാരക്ടർ കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും, എന്നിട്ടാണ് വയലൻസ് എല്ലാം പുള്ളിയുടെ കൺട്രോളിലായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഞാൻ കണ്ടതെന്താണെന്ന് വെച്ചാൽ, പാപ്പ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് 24 മണിക്കൂറും പാപ്പ എന്ന് വിളിച്ചുകൊണ്ട്, ഞാനൊരു സ്റ്റാറ്റ്സും കണ്ടു, 169 പ്രാവശ്യം അതിൽ കൂടുതൽ എന്തോ പാപ്പ എന്നുള്ള ഡയലോഗ് അതിലുണ്ടെന്നുള്ളത്. മേ ബി രണ്ടുപേർ മാത്രം പറയുന്ന അത്ര ഉണ്ടാവും. സോ അത്രയും വൾണറബിൾ ആയിട്ടുള്ള ഒരാൾ, അയാളുടെ ഒരു കഥ മാത്രമാണത്. ആ ക്യാരക്ടറിന് അത്ര ഡെപ്ത് ഇല്ല. എന്നുവെച്ചാൽ ക്യാരക്ടർ ഡെപ്ത് എന്നല്ല, എന്താ പറയുക, സ്ട്രോങ് അല്ല അത്രയും. പുള്ളിയുടെ ക്യാരക്ടർ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളല്ല. ആൾ ഭയങ്കര വൾണറബിളാണ്, ബാഡ് പാരൻറ്റിൻ്റെ ഒരു വിക്റ്റിമാണ് ശരിക്കും. അതിൻ്റെ എല്ലാ ടോക്സിസിറ്റിയും ഉണ്ട്. ആൽഫാമിൽ നിന്നുള്ളൊരു ചിന്ത എപ്പോഴും തലയിൽ കയറിയിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരു കൺട്രോളും ഇല്ലാത്ത, അതുകൊണ്ട് മാത്രം സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ആൻഡ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനൊരു ക്യാരക്ടർ ആർക്കിൽ കൂടെ ഇയാൾ ഭയങ്കര കുറേ വയലൻസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെങ്കിൽ പോലും, ആ വയലൻസ് ഉണ്ടെങ്കിൽ പോലും ഈ ക്യാരക്ടറിൻ്റെ ഹിപ്പോക്രസീസ് അയാൾ വിളിച്ച് പറയുന്നുണ്ട്, അതും ഒരേ സീനിൽ തന്നെ. സാധാരണ ഒരു ടോക്സിസിറ്റി വിളിച്ച് പറയാതിരിക്കുന്നതാണ് ടോക്സിക് ആയിട്ടുള്ള സിനിമകളുടെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പാട്ട്. എന്ന് വെച്ചാൽ ബെറ്റർ ആയിട്ടുള്ള പാട്ടെന്നല്ല, എന്താ, അങ്ങനെ സിനിമ വരുമ്പോൾ, അങ്ങനെ കഥ പറയുമ്പോൾ, ഇപ്പോൾ ഒരു കാര്യം അയാൾ പറയുകയാണ്, ഇപ്പോൾ രശ്മിക ചോദിക്കുന്നുണ്ട്, ഞാനാണ് ഇങ്ങനെ വേറൊരു പെണ്ണിൻ്റെ കൂടെ കിടന്നിട്ട് വരികയാണെങ്കിൽ നിങ്ങളിങ്ങനെ സ്വീകരിക്കുമെന്ന് പറയുകയാണെങ്കിൽ, ചിലപ്പോൾ അയാൾ ആ മൂമെൻറ്റിൽ ചിലപ്പോൾ യെസ് പറഞ്ഞാൽ പിന്നീട് അതുണ്ടാകുമ്പോൾ അതിനെ ഭയങ്കരമായിട്ട് എതിർക്കുന്നൊരു സമയം വരും. അപ്പോൾ ഇൻഡയറക്റ്റ്ലി അത് ഷോ ചെയ്യും അയാളുടെ ഹിപ്പോക്രസി. അങ്ങനെയായിരിക്കും
ശരിക്കും എഫക്റ്റീവായിട്ടുള്ള വേയിൽ ടോക്സിസിറ്റിയെ കാണിക്കാൻ പറ്റുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അപ്പം തന്നെ ആ ഹിപ്പോക്രസീനെ വാക്കാൽ ആ സീനിൽ തന്നെ അയാൾ കാണിച്ചു തരുന്നുണ്ട്. സോ എനിക്ക് കൺഫ്യൂഷൻ വന്നതെന്ന് വെച്ചാൽ ഇയാൾ ശരിക്കും ആ ക്യാരക്ടറിനെ ഇങ്ങനെ താഴ്ത്തി കാണിക്കുന്നതാണോ, അല്ലെങ്കിൽ അയാളുടെ ആ ക്യാരക്ടറിൻ്റെ ഹിപ്പോക്രസി കാണിച്ചു തരാൻ വേണ്ടിയാണോ ഇതെടുത്തത്? അത് കുറേ നേരത്തെ പറഞ്ഞോട്ട് റിവ്യൂവേഴ്സൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞപ്പോൾ കുറേ ക്രിറ്റിസിസം മറ്റേ അർജുൻ റെഡ്ഡിക്കും കബീർ സിംഗിനും വന്നപ്പോൾ അതിൻ്റെ ദേഷ്യത്തെ കുറച്ച് വയലൻസ് കൂടെ കൂട്ടിയിടാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു മീനിങ്ലെസ് ആയിട്ടുള്ളൊരു സിനിമ എടുത്തതാണോ എന്നും ഡൗട്ടുണ്ട്. 3.5 മണിക്കൂറിൻ്റെ സിനിമയാണ്. അതിൽ വയലൻസ് എന്നിട്ട് ഉള്ളത് കുറേ പേര് കൊല്ലുന്നതാണ് വയലൻസ് ആൻഡ് ടോക്സിസിറ്റിയാണ് പിന്നെ ഡാർക്ക് ഷെയ്ഡായിട്ട് വരുന്നത്. പക്ഷെ അത് നമുക്ക് ആ ക്യാരക്ടറിന് കുറച്ചും കൂടി ഡെപ്ത്, അല്ലെങ്കിൽ ക്യാരക്ടറിന് ഓക്കെ ടോക്സിക് ആവാം, വൾണറബിൾ ആവാം, പക്ഷേ ചെയ്യുന്ന കാര്യത്തിൽ കൺട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഓക്കെ പവർഫുള്ളാണെന്നെങ്കിലും തോന്നി. ഞാൻ ആ ഒരു എന്താ പറയുക ടിപ്പിക്കൽ കൺസെപ്റ്റ് ഉണ്ടല്ലോ ആൽഫ മെയിലിൻ്റെ, ഓക്കെ അതിനോട് ഒത്തു നിൽക്കുന്ന ഒരു ക്യാരക്ടറാണെന്നെങ്കിലും പറയാം. പക്ഷെ ഇത് ഭയങ്കര വൾണറബിൾ എന്ന് വെച്ചാൽ 24 മണിക്കൂർ ഈ പപ്പ എന്ന് വിളിച്ചുകൊണ്ട് പറയുമ്പോൾ നടക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും അയ്യടാ പാവം ടോക്സിക് പയ്യൻ, പാവം സൈക്കോ പയ്യൻ എന്നൊരു തോന്നുന്ന ഒരു എന്ത് ജന്മം എന്നുള്ളൊരു ആ ഒരു നമുക്കൊരു സഹതാപമായിട്ടുള്ളൊരു ദേഷ്യമാണ് തോന്നുന്നത്. അതല്ലാതെ ഒരു എന്നുവെച്ചാൽ നമുക്ക് കുറ്റം പറയാൻ തോന്നും, അയ്യേ ഇവനാര് ഇവനെന്ത്, അങ്ങനത്തെ ഒരു സംഭവം. അല്ലാതെ അയ്യോ ഇവനെന്താണിത്, അങ്ങനൊരു നമുക്ക് തന്നെ പേടി തോന്നിയിട്ട് അങ്ങനത്തെ ഒരു സംഭവമല്ല. അത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് തോന്നി എനിക്ക്. പിന്നെ ഈ സിനിമയുടെ ഓവറോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണെങ്കിൽ പോലും ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള സംഭവമാണ്. എന്ന് വെച്ചാൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ ക്യാരക്ടറിൻ്റെ ഇങ്ങനെ പോക്കാണ്. എന്നിട്ട് അപ്പുറത്തൊരു കുറേ ടോക്സിക്കുകൾ അല്ലെങ്കിൽ കുറേ സൈക്കോകളുണ്ട്, അബ്രാറിൻ്റെ ഫാമിലി, അവിടെ നിന്നും ആൾക്കാരുണ്ട്, അവിടെ വേറെ ബോഡി ഡബിൾ ഉണ്ടാക്കി രൺബീറിൻ്റെ പോലെ രൺവിജയുടെ ക്യാരക്ടറിൻ്റെ പോലെ വേറെ ഒരാൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവസാനം വേറെ ആനിമൽ പാർക്കിന് വേണ്ടി വയസ്സായിട്ടുള്ള രൺബീറിനെ കാണിക്കുന്നുണ്ട്, അതാരാണെന്ന് ഡൗട്ടാണ്. സോ ഇതൊക്കെയാണ് ഇയാൾ എഴുതി വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇതിലെവിടെയെങ്കിലും നമുക്കൊരു മീനിങ് തരണ്ടേ, ഇതാണ് കഥ പറയുന്നത്. ഐ തിങ്ക് അർജുൻ റെഡ്ഡിയിൽ കുറച്ചും കൂടി മീനിങ് ആയിരുന്നു. അവൻ ആ പെണ്ണിന് വേണ്ടി ടോക്സിക് ആയിരുന്നു, അല്ലെങ്കിൽ ആ ഓവറോൾ ടോക്സിക്കാണ്, ആ പെണ്ണിന് വേണമായിരുന്നു, അവർ കല്യാണം കഴിക്കുന്നു. സംഭവ കഥ അവിടെ എൻഡാവുന്നുണ്ട്. ഒരു ഈവൻ ദോ അത് അത്ര ഗ്ലോറിഫൈങ് ആണെങ്കിൽ പോലും കഥയ്ക്കൊരു മീനിങ് ഉണ്ടായിരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ എന്തിനൊക്കെ വേണ്ടി അവൻ്റെ ജീവിതം പോകുന്നുണ്ട്, അവൻ്റെ ജീവിതത്തിൽ ഒരു മീനിങ് ഉണ്ടാവുന്നില്ല. അച്ഛന് ഇഷ്ടമല്ല, അമ്മയ്ക്ക് ഇഷ്ടമല്ല, എന്നുവെച്ചാൽ ആർക്കും അവൻ്റെ ക്യാരക്ടർ ഇഷ്ടമല്ല, അവന് ഈ ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല, ഭാര്യയ്ക്കും ഇഷ്ടമല്ല. ആ കൂടെ നടക്കുന്ന കസിൻസ് മാത്രം കൂടെ നടക്കുന്നുണ്ട്, വേറെ ആരാണ് ഇപ്പോൾ ഉള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ കണ്ടിട്ട് എനിക്ക് ഭ്രാന്തായതാണോ, അല്ലെങ്കിൽ എടുത്തു വെച്ച അയാൾക്ക് ഭ്രാന്താണോ, അഭിനയിച്ച അവർക്ക് ഭ്രാന്താണോ, ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു എന്താ എടുത്തു വെച്ചത് അയാൾ എന്ത് ചെയ്തിട്ടായിരിക്കും സിനിമ എടുത്തത് എന്ന് നല്ല ഡൗട്ടുണ്ട് എനിക്ക്. എന്തായാലും അതായിരുന്നു 3.5 മണിക്കൂർ ഇരുന്ന് കഷ്ടപ്പെട്ട് കണ്ട് വട്ടായൊരു മനുഷ്യൻ്റെ റിവ്യൂ ആണെന്ന് വേണമെങ്കിൽ പറയാം. കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ സിനിമ എനിക്ക് ഏറ്റില്ല. ഞാൻ വിചാരിച്ചത്രയും ഒരു വയലൻസോ അല്ലെങ്കിൽ ക്യാരക്ടർ ഡെപ്തോ അതിനില്ല. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം രൺബീർ കപൂറിൻ്റെ ആക്ടിങ് ആയിരുന്നു. ഇങ്ങനത്തെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടർ എടുത്തു വെക്കുക എന്നുള്ളത് ഭയങ്കര എഫേർട്ടുള്ള കാര്യമാണ്. പുള്ളി അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഡയറക്ടർക്ക് കുറച്ചുകൂടി സെൻസ് കാണിച്ചിട്ട് ഇതിനെ ഗ്ലോറിഫൈ ചെയ്യാതെ ഇതേ കഥ തന്നെ കുറച്ചും കൂടി ഡെപ്തായിട്ട് കുറച്ചും കൂടി മീനിങ് ഫുള്ളായിട്ട് കാണിക്കുകയായിരുന്നെങ്കിൽ ഇതുപോലുള്ള ആളുകൾ സൊസൈറ്റിയിലുണ്ട് എന്ന് നമുക്കറിയാം. അതിനോട് അടുത്ത് നിൽക്കുന്ന കുറച്ചും കൂടി റിലേറ്റബിൾ ആയിട്ട്, ഇപ്പോൾ ജോക്കർക്ക് സിനിമ എടുത്തില്ലേ, അതുപോലെ നമുക്ക് എമ്പതി തോന്നാവുന്ന രീതിയിൽ ആ ക്യാരക്ടറിനെ മാറ്റിയിട്ട് ഓക്കെ അയാളിപ്പോൾ ചെയ്യുന്നത് ശരിയല്ല, പക്ഷെ നമുക്ക് മനസ്സിലാവും അയാളുടെ പ്രശ്നം എന്താണെന്ന്. അങ്ങനത്തെ രീതിയിലാക്കിയതിനെ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരുന്നേനെ എന്ന് തോന്നി.
അപ്പോൾ ഈ ക്യാരക്ടർ ആൾക്ക് കറക്റ്റായിട്ട് വന്നേനെ. ഇതിപ്പോൾ പുള്ളി ഗ്ലോറിഫൈയും ചെയ്യുന്നുണ്ട്, ഹിപ്പോക്രസിയും കാണിക്കുന്നുണ്ട്, അയാളുടെ വൾണറബിലിറ്റിയും കാണിക്കുന്നുണ്ട്, അയാളുടെ വീക്ക് പോയിൻറ്റ്സ് കുറേ കാണിക്കുന്നുണ്ട്. ഒരിടത്തും അങ്ങോട്ട് എത്തുന്നില്ല. ഹീറോ ആണെന്ന് വെച്ചാൽ ഹീറോ ആണെന്ന് പറയാനും പറ്റില്ല. എന്ന് വെച്ചാൽ വേറെ അയാൾക്ക് ഫുള്ളായിട്ട് സൈക്കോ ആണെന്ന് പറഞ്ഞാൽ അതും ഫുള്ളായിട്ട് എടുക്കുന്നില്ല, ഗ്ലോറിഫൈ ചെയ്യുന്നുമുണ്ട്. ഹിപ്പോക്രസി കാണിക്കുകയാണെങ്കിൽ അതും ഉണ്ട്. എല്ലാം കൂടി ഒരു അവിയൽ വരുവായി. എന്തായാലും അടുത്ത പ്രാവശ്യം ആനിമൽ പാർക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആ വയലൻസ്, അല്ലെങ്കിൽ ടോക്സിക് ആണെങ്കിൽ ഡയറക്റ്റ് ടോക്സിക് കാണിച്ചു. എന്നുവെച്ചാൽ നിങ്ങളുടേന്ന് അതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ കാണാനും ഇരിക്കുന്നതാണ് ഇയാൾ എങ്ങനെയാണ് ഈ സിനിമയിൽ അലമ്പാക്കുന്നതെന്ന്. അപ്പോൾ ഒന്നെങ്കിൽ അത് കാണിക്കുക, അല്ലാതെ ഇങ്ങനെ രണ്ടിടത്തും ഒരിടത്തും ഇല്ലാണ്ട് സിനിമ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. ഒബ്വിയസ്ലി ഇതെൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 800 കോടി കൂടുതലെങ്ങാണ്ടും എടുത്തിട്ടുണ്ട്. സോ മജോറിറ്റിക്ക് ഇഷ്ടമായി. എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവില്ല, പക്ഷെ അവർക്ക് മനസ്സിലായി. ഒബ്വിയസ്ലി അവർക്ക് ഇഷ്ടമായി. സോ അതുകൊണ്ട് ആനിമൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക എന്ന് പറഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, പക്ഷേ നിങ്ങൾക്ക് കാണുമെങ്കിൽ ഇഷ്ടമായി കണ്ടോ. 3.5 മണിക്കൂർ വയലൻസ് വെറുതെ ആൾക്കാരെ കൊല്ലുന്ന കണ്ടിരിക്കാം. അതിൽ ഒരു ഹീറോ പരിവേഷമൊന്നും എനിക്ക് തോന്നിയില്ല പുള്ളിനെ. കുറച്ച് ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് എടുത്തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിടത്തും എത്താത്തൊരു ക്യാരക്ടറും സ്ക്രിപ്റ്റും ആയിരുന്നു. അത് വെറുതെ ഫണ്ണിന് വേണ്ടി ആൾക്കാരെ കൊന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാണാം. ആൻഡ് ഒബ്വിയസ്ലി പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, വെറുതെയാണ് പെണ്ണുങ്ങളതിൽ. ആൻഡ് എന്തിനൊക്കെയോ വേണ്ടി ഏതൊക്കെയോ ഇങ്ങനെ രശ്മികയൊക്കെ ഇപ്പോൾ ടൈപ്പ് കാസ്റ്റായിട്ട് മാറുന്നുണ്ട്. ഒരു വിലയില്ലാത്ത എല്ലാ തെണ്ടിത്തരങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം വന്നിട്ട് നമുക്ക് ഫ്ലൈറ്റിൽ പോകാമെന്ന് പറയുമ്പോഴേക്കും ആണോ എവിടെ ഇപ്പോൾ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു സംഭവമാണ് പുള്ളിക്കാരിയുടെ ഒരു ക്യാരക്ടർ. ആൻഡ് തൃപ്തി കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണെങ്കിലും ക്യാരക്ടർ എന്താണത് എന്നും എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഒരു സംഭവമായിട്ട് ഒരു പർപ്പസ് ഉണ്ട് ആ ക്യാരക്ടറിന്, അതുകൊണ്ട് പിന്നെങ്കിലും വിട്ടേക്കാം. ബാക്കി എല്ലാവരും അമ്മയാണെങ്കിലും എന്തിനാണ് ആ സിനിമയിൽ പെണ്ണുങ്ങളെന്ന് തന്നെ ആലോചിച്ച് പോകും നമ്മൾ. ആൾക്കൊരു വാല്യൂ കൊടുത്തിട്ടില്ല ക്യാരക്ടേഴ്സ്. സോ ജസ്റ്റ് വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ തന്നെയാണ് ആ ഒരു ടിപ്പിക്കൽ ആൽഫാ മെയിൽ തിങ്കാണ് പെണ്ണുങ്ങളിലോട്ട് വരുന്നത്. ആ സംഭവം അറ്റ്ലീസ്റ്റ് ആ മെയിൻ ക്യാരക്ടറിനും കൂടി കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇത് അറ്റ്ലീസ്റ്റ് കുറ്റെങ്കിലും മര്യാദ പറയാൻ പറ്റുള്ളൂ. ഇതതും പറയാൻ പറ്റുന്നില്ല. എനിക്ക് സഹതാപം തോന്നുക ഡയറക്ടറിനോട്. ഓക്കെ, അത്രേ ഉള്ളൂ. സോ കാണാത്തവർ വേണമെങ്കിൽ പോയി കണ്ടോ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.